ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് കോലുവളപ്പിൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുരക്ഷയുടെ ഭാഗമായി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു ടെക്നോളജി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് ഈ ഒരു സംഭവം പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലയിൽ തന്നെ ഏകദേശം 5-6 ഇടങ്ങളിലാണ് ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും നമ്മുടെ നേതാക്കന്മാരുടെയും ഒരുപാട് നാളത്തെ ചർച്ചകളുടെയും പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് ഈ ഒരു ടെക്നോളജി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 5-6 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു ടെക്നോളജി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വൻ വിജയമാണ് ഇതിൽ നിന്ന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ടെക്നോളജി എങ്ങനെയാണ് വർക്കാകുന്നത് എന്ന് വിലയിരുത്താം. അതായത് നാഷണൽ ഹൈവേകളിൽ വലുതും ചെറുതുമായ ഒട്ടനവധി കുഴികൾ ക്രമപ്പെടുത്തിയെടുക്കുകയും ഈ കുഴികളിലൂടെ വാഹനങ്ങൾ വളരെ സ്ലോവിൽ ഇറക്കുകയും കയറ്റുകയുമാണ് വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും വരാവുന്ന ഒരു ചോദ്യമാണ്, കുഴികൾ പോലെ എന്തിനാണ് ഈ വെള്ളക്കെട്ടുകൾ റോഡിൽ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് എന്ന്. നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും നേതാക്കന്മാരുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ കുഴികളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ കുഴിയിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ ചെരിയുകയോ മറയുകയോ ചെയ്താൽ ആ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഈ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ കുഴികളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതൊരു തോൽവിയുടെ ഫലമല്ല. നിങ്ങൾക്ക് കാണാം, ഇത്രയും ഭംഗിയായി വരിയായി വളരെ മന്ദഗതിയിൽ തന്നെ യാതൊരുവിധ അപകടങ്ങളും സൃഷ്ടിക്കാതെ അച്ചടക്കത്തോടുകൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു നാഷണൽ ഹൈവേയിലും ഇതുപോലൊരു സംവിധാനം യാതൊരു വിധത്തിലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു ടെക്നോളജി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മളിതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. പല സംഘടനകളും പല വ്യക്തികളും ഇത് വളരെ ശക്തിയോടുകൂടിയാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുടിക്കോട് ജംഗ്ഷനിൽ വളരെ കാലമായി വാഹനങ്ങളുടെ അമിത വേഗത മൂലം ഒരുപാട് ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജിയുടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതിന് ശേഷം ഇവിടെ ഒരു ജീവഹാനിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും കളക്ടറും മന്ത്രിയും അടക്കമുള്ള സംഘങ്ങൾ പല തവണയുടെ ഈ ഒരു ടെക്നോളജി വന്ന് നേരിൽ കണ്ട് വിലയിരുത്തുകയും അതുമാത്രമല്ല, ഇത് വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിലാണ്, വളരെ വലിയ രീതിയിലാണ് ഇതിന്റെ ഈ റിസൾട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നാളത്തെ പരിശ്രമങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായിട്ടാണ് ജനങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമായിട്ടാണ് ഇങ്ങനൊരു ടെക്നോളജി ഇവിടെ പരീക്ഷിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ നടന്നു വരുന്നുണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഇതിനെതിരെ പ്രതികരിക്കരുത്. നമ്മൾ മലയാളികളാണ്, കേരളത്തിലെ ജനങ്ങളാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പരീക്ഷണ നടത്തിപ്പുകൾ കാണുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്രതികരിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല, നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെന്നുള്ളത്. ഈ മഴയത്തും ഇത്രയും തണുപ്പുള്ള ഈ കാലാവസ്ഥ ചെളിക്കുണ്ടുകളിൽ നിന്നുകൊണ്ട് വളരെ സൗമ്യതയോടും വളരെ ക്ഷമയോടും കൂടിയാണ് ഇവർ ഈ വാഹനങ്ങൾ നിയന്ത്രിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കിരിക്കട്ടെ എന്നൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ സഹകരിക്കണ്ടേ? സിംഗിൾ ലൈനിൽ പൊക്കോണ്ടിരിക്കുന്ന വാഹനമല്ലേ, അപ്പൊ ഇടയ്ക്ക് കൂടെ കയറി വരുത്താൻ ബ്ലോക്ക് ആവില്ലേ? അങ്ങനെ മോശമാണ്. അവിടുന്ന് കണ്ടാണല്ലോ പോലീസുകാർ ഇവിടുന്ന്. സഹകരിക്കണം കേട്ടോ, പ്ലീസ്. പുതുതായി കണ്ടുപിടിച്ച് ഈ സേഫ്റ്റി റോഡിലേക്ക് ഇറങ്ങി വരുന്നതിനായി പല ബസ്സുകളും പല വാഹനങ്ങളും ഉൾറോഡുകളിൽ നിന്ന് പോലും ഈ റോഡിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കായി, ഭാഗ്യം. ഇനിയിപ്പോൾ വേറെ വാഹനങ്ങൾക്കൊന്നും പോകാൻ സാധിക്കും തോന്നുന്നില്ല. കംപ്ലീറ്റ് ബ്ലോക്കായിരിക്കുകയാണ് ഇവിടെ. എന്തോ ആ ഡ്രൈവർക്ക് പറ്റിയൊരു അബദ്ധമാണോ എന്താണെന്ന് അറിയില്ല. ബസ്സിലെ കണ്ടക്ടർ ഇതേ മറ്റു വാഹനങ്ങളെല്ലാം പുറകോട്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പുറകിൽ തട്ടുമോയെന്ന് അറിയില്ല. തട്ടിയില്ല. ഭാഗ്യം. എന്തോ ജസ്റ്റ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ബസ്സുകാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ. ഭാഗ്യമുണ്ട്.
ഈ ഒരു ടെക്നോളജി റോഡിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ആഗ്രഹം മൂലമാണ് അവർ ഈ പോക്കറ്റ് റോഡിലൂടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ റോഡുകളിലൂടെ പോകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർ ഈ റോഡിലേക്ക് വളരെ സന്തോഷപൂർവ്വമാണ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന 1-2 പേരുടെ അഭിപ്രായങ്ങൾ കൂടെ നമുക്ക് ആരായാം. എന്താണ് അവർക്ക് പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നേരെ ബ്ലോക്കില് 1 മണിക്കൂറായി. എവിടെ കുതിരാമുതലുണ്ടാ കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഉണ്ട്. അടിപൊളി. ഇതൊരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. എൻ്റെ കുറേ നേരമായി ബ്ലോക്ക്. സുരക്ഷയുടെ ഭാഗമാണ്. സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യണതാണ്. പോലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നടപ്പിലാക്കിയ ഈ ടെക്നോളജി റോഡിലൂടെ സമാധാനപരമായ ഒരു യാത്ര ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.